ലയൺസ് ക്ലബ് ഓഫ് ICLന്റെ ഉദ്ഘാടനവും സ്ഥാനാരോഹണ ചടങ്ങും ഇരിങ്ങാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ നിർവഹിച്ചു. ICL ഫിൻകോപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ICL ഫിൻകോപ്പ് CEO ഉമ അനിൽകുമാർ ഭദ്രദീപം തെളിയിച്ചു. ഇരിങ്ങാലക്കുട വെസ്റ്റ് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആൻഡോ CJ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില, വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് K. വാര്യർ, GLT ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ്, സോൺ ചെയർമാൻ ഹാരിഷ് പോൾ, ഷാജൻ ചക്കാലക്കൽ എന്നിവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ് ഓഫ് ICL പ്രസിഡന്റ് സാം S. മാളിയക്കൽ, സെക്രട്ടറി TG ബാബു, ട്രഷറർ രാമചന്ദ്രൻ എന്നിവരാണ് സ്ഥാനമേറ്റത്. ഒരു ക്ലബ്ബ് തുടങ്ങുന്നു എന്നുള്ളത് പറഞ്ഞത് എന്തായാലും ഇത്രയും അധികം മെമ്പർമാരുള്ള ക്ലബ്ബ് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ അതേസമയം 2000 മെമ്പർമാരും 500 മെമ്പർമാരും ഒക്കെ ഉള്ള ക്ലബ്ബുകളുണ്ട്. ഗുജറാത്തിലും തമിഴ്നാട്ടിൽ തന്നെ സദൻ തമിഴ്നാട്ടിലൊക്കെ വലിയ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ക്ലബിൻ്റെ മെമ്പർഷിപ്പ് എന്നതിനേക്കാൾ കൂടുതൽ ക്ലബ്ബ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ക്ലബിനെ വിലയിരുത്തപ്പെടുന്നതിൻ്റെ പ്രധാന സാക്ഷ്യപത്രം എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്ക് പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടറായിരുന്നപ്പോൾ ഇന്ത്യയിലും പുറത്തും ഉള്ള ഒരുപാട് ക്ലബ്ബുകൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും അവിടെയൊക്കെ ചില ഡിസ്ട്രിക്റ്റുകളേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ചില ക്ലബ്ബുകൾ, ചില ഡിസ്ട്രിക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ചില ക്ലബ്ബുകൾ. കാരണം അവർ ചെയ്യുന്ന സർവീസ് ആക്ടിവിറ്റികളാണ്. ചില ക്ലബ്ബുകൾ തമിഴ്നാട്ടിൽ തന്നെ എടുത്താൽ സ്വന്തമായിട്ടുള്ള വലിയ ബ്ലഡ് ബാങ്കുകൾ നടത്തുന്നു. കൂടുതൽ നല്ല മനുഷ്യരായി ഈ സമൂഹത്തിലെ അസരനായ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവരായി തീരുക നമ്മൾ ഓരോരുത്തരും. അതുതന്നെ വലിയൊരു ലക്ഷ്യമല്ലേ. ഇത് ശരിക്കൊരു ഇൻ്റർനാഷണൽ വേരുകളുള്ള ക്ലബിലൂടെ നമുക്ക് യോജിപ്പിലൂടെ നേരത്തെ നന്ദകുമാർ സാർ പറഞ്ഞ പോലെ ഇതിലൂടെ ഒരുപാട് ആളുകളെ അംഗങ്ങളാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനം വിവിധ മേഖലകളിലേക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ പുറത്തും ജില്ലയുടെ പുറത്തുമൊക്കെയുള്ള വിവിധ തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ തീർച്ചയായിട്ടും എത്രയോ ആളുകൾക്ക്, എത്രയോ അസരനരായ ആളുകൾക്ക് എത്രയോ സേവനം നടത്താൻ കഴിയും. ഒരുപാട് സേവനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണ് നിങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ പങ്കാളികളായിക്കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് സേവനം നടത്താൻ കഴിയുമെന്നുള്ളത് വലിയൊരു കാര്യമാണ്.